ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. അത് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമറാണ് വണ്ടി. അതിൻ്റെ ബോഡി പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചതാണ്. അപ്പോൾ അതിൻ്റെ ചേസിൻ്റെ ഭാഗത്ത് അത്യാവശ്യം തുരുമ്പ് ഇട്ടിട്ട് ചേസൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് തുരുമ്പിട്ട് ഒടിഞ്ഞൊരവസ്ഥയിലാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് ആയിരുന്നു എൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് ആ പൈപ്പ് അടക്കം കട്ട് ചെയ്ത് മാറ്റി വെൽഡ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് പെയിൻറ്റിങ്ങിന് മുമ്പ് തന്നെ നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് വേണം പെയിൻറ്റിങ്ങിന് കൊടുക്കാനായിട്ടോ. അതാണ് ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചേസിൻ്റെ ഈ ഭാഗത്തേക്കായാലും വെൽഡിങ് കംപ്ലൈൻറ്റ് ആയിരുന്നു. അത് നമുക്ക് പീസൊക്കെ വെച്ച് അടിച്ച് ബലപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ തുരുമ്പിട്ടിട്ട് പോയി, അത് പഴക്കത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലമാണ്. അത് റെഡിയാക്കിയിട്ടുണ്ട്. രണ്ട് സ്ഥലത്തും വെൽഡിങ് വന്നിട്ടുണ്ട് നമുക്ക്. ഇത് പൈപ്പ് പടി അഴിച്ച് കട്ട് ചെയ്ത് മാറ്റി ഈ സൈഡും വെൽഡ് ചെയ്ത് ശരിക്കും ബലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ടാങ്കിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലീക്കേജ് ഉണ്ടായിരുന്നു. ആദ്യം ലീക്ക് ഉണ്ടായിരുന്നു, അത് MC-യിലൊക്കെ ഇട്ട് നിർത്തിയായിരുന്നതാണ്. അപ്പോൾ നമ്മൾ ആ കാണിച്ചിരുന്ന ഭാഗങ്ങളൊക്കെ തന്നെ നമ്മൾ കുത്തിക്കളഞ്ഞിട്ട് EM വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒന്നും ഇവിടെ, ഈ ഭാഗത്തുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഈ മോൾ ഭാഗത്തായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഏരിയ ഫുള്ളായിട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ സൈഡ് ഉണ്ടായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ അതൊക്കെ ക്ലിയറായിട്ട് ആ ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. ടാങ്കിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മോശമാണ്. കാരണം എന്താ വെച്ചാൽ നല്ല രീതിയിൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കണ്ട ഭാഗത്തോളം, അതായത് തുരുമ്പുണ്ട്, അത്യാവശ്യം നമ്മൾ കുത്തി നോക്കിയിട്ട് ആവറേജ് വരുമെന്ന് തോന്നുന്ന ഭാഗം നമ്മൾ ക്ലിയർ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. തുരുമ്പുള്ളത് കൊണ്ട് തന്നെ നാളെ എനിക്ക് വന്നുകൂടായിയൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും നമ്മളിപ്പോൾ കണ്ടിടത്തോളം ഭാഗം നമ്മൾ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. കാരണം പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോഴത്തേക്ക് അതൊരു പ്രോബ്ലമായിട്ട് വരും. ടാങ്കിൻ്റെ അവസ്ഥ മോശമാണ്. പക്ഷെ എന്നാൽ പോലും നമുക്കിപ്പോൾ ടാങ്ക് മാറ്റലൊന്നും പോസിബിൾ അല്ല. നല്ല റേറ്റ് വന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ കണ്ട ലീക്ക് ഉണ്ടായ ഭാഗങ്ങളൊക്കെ ഒന്ന് സോൾഡർ ചെയ്ത് റെഡിയാക്കി റീസെറ്റ് ആക്കുന്നുണ്ട്. ഇവിടെയൊക്കെ തുരുമ്പിട്ട് എടുത്തു പോയിട്ടുണ്ട്. ഒരു ചെറിയ കുഴി പോലെയൊക്കെ വന്നിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് സ്റ്റിക്കറൊക്കെ പൊളിച്ച് കളയും. ആ ഭാഗങ്ങളൊക്കെ തന്നെ അത്യാവശ്യം ഇനിയിപ്പോൾ കറക്റ്റ് ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലെയർ പൊട്ടിയൊക്കെ വലിച്ചിട്ട് വേണം അത് പെയിൻറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. എന്തൊക്കെ ചെയ്താലും ഉള്ളിലുള്ള ടാങ്കിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചേസിൻ്റെ ഭാഗങ്ങളിപ്പോൾ അങ്ങനെ തുരുമ്പുണ്ടായതുകൊണ്ട് ആ കണ്ട ഭാഗങ്ങൾ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റിങ്ങിൽ കയറണുള്ളൂ. കാരണം എന്താ വെച്ചാൽ പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ചേസിൻ്റെ ഈ പോർഷനൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു. ടാങ്ക് വെക്കണ ഭാഗം അതൊരു കുറ്റി കറക്റ്റ് വെൽഡ് ചെയ്ത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത് ലെങ്ത്ത് നോക്കിയിട്ട് അതനുസരിച്ച് കറക്റ്റ് ചെയ്ത് കയറ്റണം. വർക്ക് അതിൻ്റെ അനുസരിച്ച് നടക്കുന്നുണ്ട്. പെയിൻറ്റിങ്ങിലേക്ക് വേണ്ടി ബാക്കിയത്തെ ഭാഗങ്ങൾ പോയിട്ടുണ്ട്. ഇതിപ്പോൾ വെൽഡിങ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ടാണ് ചേസിൻ്റെ പോർഷൻ പോകുന്നത്.